തിരുവനന്തപുരം വർക്കലയിൽ കേരള എക്സ്പ്രസ് ട്രെയിനിൽ അക്രമത്തിനിരയായ ശ്രീകുട്ടിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്ന 19-കാരി ഇതുവരെ ബോധം വീണ്ടെടുത്തിട്ടില്ല. തലച്ചോറിനേറ്റ ക്ഷതമാണ് വെല്ലുവിളി എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. മെഡിക്കൽ ബോർഡിന്റെ നിരീക്ഷണത്തിലാണ് യുവതിയുടെ ചികിത്സ ഇപ്പോൾ തുടരുന്നത്. അതേസമയം റിമാൻഡിൽ കഴിയുന്ന പ്രതി സുരേഷ് കുമാറിനെ വിട്ടുകിട്ടാൻ റെയിൽവേ പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ജനറൽ കമ്പാർട്ട്മെന്റിൽ ഒപ്പമുണ്ടായിരുന്ന സഹയാത്രക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താനുള്ള നടപടികളും പുരോഗമിക്കുകയാണ്. വർക്കല സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും കർശന പരിശോധനയാണ് RPFും റെയിൽവേ പോലീസും ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കപ്പെട്ട് കൊല്ലം സ്വദേശി മരിച്ചെന്ന ആരോപണത്തിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. കുടുംബം മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നു. അടിയന്തരമായി അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി വീണ ജോർജ് നിർദ്ദേശം നൽകി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർക്കാണ് അന്വേഷണ ചുമതല. ബുധനാഴ്ചയാണ് ചികിത്സയിലിരിക്കെ ഓട്ടോ ഡ്രൈവറായ 48-കാരൻ വേണു മരിച്ചത്. അടിയന്തര ചികിത്സ നൽകേണ്ടതിന് പകരം 5 ദിവസം ചികിത്സ നിഷേധിച്ചുവെന്നാണ് കുടുംബത്തിന്റെ പരാതി. റിപ്പോർട്ട് ഇന്ന് സമർപ്പിച്ചേക്കും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷം വിഷയം രാഷ്ട്രീയ ആയുധമാക്കുകയാണ്. ചികിത്സ നിഷേധിച്ചെന്ന ശബ്ദ സന്ദേശം മരണമൊഴിയായി പരിഗണിച്ച് കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. അതേസമയം ചികിത്സ നിഷേധിച്ചിട്ടില്ലെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. കുതിരാനിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. ജനവാസ മേഖലയിലാണ് ആന ഇറങ്ങിയത്. ആനകളെ തുരത്താൻ വയനാട്ടിൽ നിന്ന് ഭരത്, വിക്രം എന്നീ കുങ്കി ആനകളെ എത്തിച്ചു. ഇരുമ്പ് പാലത്തിലിറങ്ങിയ ആനയെ തുരത്താൻ നീക്കം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 മാസമായി തുടർച്ചയായി മേഖലയിൽ ആന ഇറങ്ങിയതോടെയാണ് നാട്ടുകാർ വലിയ ആശങ്കയിലായത്. കഴിഞ്ഞ ദിവസം കാട്ടാന ആക്രമണത്തിൽ ഒരു വാച്ചർക്ക് പരിക്കേറ്റിരുന്നു. വനം വകുപ്പിന്റെ ഒരു ജീപ്പും ആന തകർത്തിരുന്നു. വനം മന്ത്രി അടക്കം സ്ഥലം സന്ദർശിച്ച് അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെങ്കിലും ആനശല്യത്തിൽ പരിഹാരം ഉണ്ടായിട്ടില്ല. കേരളത്തിലടക്കം ഇനി എത്രയും വേഗം നടപ്പാക്കാൻ പോകുന്ന ഈ SIR ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ചർച്ചാ വിഷയം. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി രാത്രിയിലും ഗൃഹസന്ദർശനം നടത്തി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ. മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറുടെ നേതൃത്വത്തിലാണ് രാത്രിയിലെ ഗൃഹസന്ദർശനം. എന്യൂമറേഷൻ നടപടികൾ നിശ്ചയിച്ചതിലും മുന്നേ പൂർത്തിയാക്കാൻ കഴിയുമെന്ന് രത്തൻ ഖേൽക്കർ പറഞ്ഞു. SIRന്റെ ഭാഗമായുള്ള തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് വ്യാപകമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.